വിനികേഷ് കുമാർ ഇപ്പോൾ 10 വർഷത്തിന് ശേഷം ജയിൽ മോചിതനാകുന്നു. ഇതൊരു നീതിയായി കണക്കാക്കാമോ? തീർച്ചയായും അല്ല. 2014 സായിബാബ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഭീമ കൊറേഗാവ് കേസിലെ സ്റ്റാൻ സ്വാമി ജയിലിൽ കൊല്ലപ്പെട്ടതുപോലെ ഒരുപക്ഷെ കൊല്ലപ്പെടേണ്ട ആളായിരുന്നു സായിബാബ. സായിബാബ ഇന്ന് ജയിൽ മോചിതനായ ശേഷം തന്നെ പറഞ്ഞത് എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിധിന്യായം ഉണ്ടായതിന് ശേഷവും ജയിൽ അധികൃതർ അദ്ദേഹത്തെ പിടിച്ചു വെച്ചു. നമുക്കറിയാമല്ലോ 2017 സായിബാബയെ ജയിൽ മോചിതനാക്കാനുള്ള വിധി ബോംബെ ഹൈക്കോടതി പറഞ്ഞപ്പോൾ അന്ന് സുപ്രീം കോടതി എന്താ ചെയ്തെന്നറിയാമോ? ശനിയാഴ്ച സെഷൻ കൂടിയിട്ട് വീണ്ടും മറ്റൊരു ബെഞ്ചിനോട് പരിഗണിക്കാൻ ആവശ്യപ്പെട്ടു. ആ മറ്റൊരു ഡിവിഷൻ ബെഞ്ചാണ് വീണ്ടും സായിബാബയെ കുറ്റവിമുക്തനാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ 90% ശരീരം അനക്കാൻ കഴിയാത്ത, വേസ്റ്റ് ഡൗൺ പാരലൈസ്ഡാണ്. അങ്ങനെ ഒരാളാണ്. സ്വന്തമായി ബാത്റൂമിൽ പോകാൻ കഴിയില്ല, മറ്റൊരാളുടെ സഹായമില്ലാതെ കുളിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരാളെയാണ് 10 നീണ്ട വർഷങ്ങൾ ജയിലിൽ പിടിച്ചിട്ടത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. എന്താ കുറ്റം എന്ന് പറയുന്നത്? ഈ കമ്മ്യൂണിസ്റ്റ് ലിറ്ററേച്ചർ, നെക്സലൈറ്റ് ലിറ്ററേച്ചറും കമ്മ്യൂണിസ്റ്റ് ലിറ്ററേച്ചറും വ്യത്യസ്തമല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് ലിറ്ററേച്ചർ കൈവശം വെച്ചു എന്ന ഒറ്റ കാരണത്താൽ നോക്കുക, അതിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ലിറ്ററേച്ചർ, ഈ ലിറ്ററേച്ചറൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനും ഹൈക്കോടതി വിധിച്ചിട്ടുള്ളതിൽ ഇങ്ങനെ പറയുന്നു: വി ഹോൾഡ് ദാറ്റ് പ്രോസിക്യൂഷൻ ഹാസ് ഫെയിൽഡ് ടു പ്രൂവ് സീഷർ ആൻഡ് സെർച്ച് ഓഫ് ഇൻക്രിമിനേറ്റിംഗ് മെറ്റീരിയൽ. അതായത് ഈ പറയുന്ന മെറ്റീരിയൽ, പിടിച്ചെടുത്ത മെറ്റീരിയലുകൾ സീഷർ ചെയ്തിരിക്കുന്നത് പോലും കള്ളത്തരത്തിലാണ് എന്നുള്ളതാണ്. ഇതൊന്നും യഥാർത്ഥത്തിൽ ഇവരുടെ വീടുകളിൽ നിന്ന് പിടിച്ചതല്ല, പകരം ഇവരുടെ വീടുകളിൽ കൊണ്ടുപോയി സ്ഥാപിച്ചതാണ് എന്ന തോന്നലുണ്ടാക്കുന്ന ഫ്രം ദ ഹൗസ് ഓഫ് സെർച്ച് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലാണ് ഇത് എന്ന് പറയാതെ വയ്യ. ഏതായാലും മഹാരാഷ്ട്രയിലെ ഗച്ച്രോളി സെഷൻസ് കോടതിയാണ് 2017 ഇവരെ ജീവപര്യന്തം തടവിൽ ശിക്ഷിച്ചത്. 2022 ബോംബെ ഹൈക്കോടതി വിട്ടു എന്നുള്ളതാണ്. ഇനി എന്താണ് സായിബാബയെ പോലുള്ളവർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവർ ഈ ഗോത്ര ആദിവാസി മേഖലകളിൽ ചെല്ലുന്നു. ഈ സൈന്യത്തിൻ്റെയും ഈ പറയുന്ന നക്സലൈറ്റ് വിരുദ്ധ സേനകളുണ്ടല്ലോ, അവിടെയൊക്കെ പ്രത്യേകിച്ച് ഈ പറയുന്ന മാവോയിസ്റ്റ് വിരുദ്ധ സേനകൾക്ക് അതിൽ നിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ആദിവാസികളായിട്ടുള്ള ആളുകൾ, അവർക്ക് ധൈര്യം കൊടുക്കുകയാണ്, അവരോട് ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്, അവരോട് ജീവിതത്തിലും ജനാധിപത്യത്തിലേക്കും തിരിച്ചു വരാൻ വേണ്ടി ആവശ്യപ്പെടുക മാത്രമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇവർക്കൊന്നും യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള നക്സലൈറ്റ് ബന്ധമോ അല്ലെങ്കിൽ മാവോയിസ്റ്റ് ബന്ധമോ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരെ പിടിക്കുക, എന്നിട്ട് ജയിലിലിടുക, അവരുടെ അനാരോഗ്യത്തിനിടയിൽ പോലും അവർ ജയിലിൽ കഴിയുന്നു എന്ന് ഉറപ്പുവരുത്തുക, അങ്ങനെ ജയിലിൽ കഴിയുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി UAPA ചുമത്തുക. അങ്ങനെയാകുമ്പോൾ ഈ പറയുന്ന മാവോയിസ്റ്റുകൾക്കും നക്സലൈറ്റുകൾക്കും ഇനി പുറത്തു നിന്നുള്ളൊരു സഹായം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇത് ഭരണകൂട ഭീകരതയാണ്. ഇത് സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസമാണ്. ആ ടെററിസത്തിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബോംബെ ഹൈക്കോടതി തുടർച്ചയായ 2 വിധികളിലൂടെ ഇവരെ പുറത്തുവിട്ടിരിക്കുന്നത്. നമ്മൾ വെറുതെ ഈ കാര്യത്തിനകത്ത് പറഞ്ഞു പോകാതെ നോക്കൂ, സ്റ്റാൻ സ്വാമിയുടെ മരണം നമ്മുടെ മുന്നിലുണ്ട്. സ്റ്റാൻ സ്വാമിയുടെ മരണം നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ തന്നെയാണ് ഇതേ കേസിൽ പാണ്ഡു നരോത്തെ എന്ന് പറയുന്ന ഒരു കർഷകനുണ്ട്, ഒരു ആദിവാസിയുണ്ട്. അയാൾ പന്നിപ്പനി വന്ന് ഈ ജയിലിൽ വെച്ച് 2 വർഷം മുമ്പ് മരിക്കുകയാണ് ചെയ്യുന്നത്. എന്താ സംഭവിച്ചതെന്നറിയാമോ? അയാൾ 2013 ശേഷം ആ കൊച്ചു പെൺകുട്ടിയാണ് അയാൾക്ക്. ആ കൊച്ചു പെൺകുട്ടിയെ 2013 ശേഷം കണ്ടിട്ടില്ല അയാൾ. 2 വർഷം മുമ്പേ മരിച്ചുള്ളൂ. ആ പറയുന്ന 9 അല്ലെങ്കിൽ 8 വർഷം അയാൾ ഒരു ഗോത്രവർഗ്ഗക്കാരനായിട്ടുള്ള ഒരു സാധാരണക്കാരായ കർഷകൻ സ്വന്തം മകളെ കണ്ടിട്ടില്ല, ഭാര്യയെ കണ്ടിട്ടില്ല. അതായത് 8 വർഷം നിങ്ങൾക്ക് ജാമ്യമില്ല എന്നല്ല, മക്കളെ കാണാനുള്ള, കുടുംബാംഗങ്ങളെ കാണാനുള്ള അവസരം പോലും നൽകുന്നില്ല എന്നുള്ള അതിഗുരുതരമായ. സ്റ്റാൻ സ്വാമിയുടെ കാര്യം നമുക്കറിയാമല്ലോ, പാർക്കിൻസൺസ് ബാധിച്ച് അദ്ദേഹത്തിനൊരു വെള്ളം എടുത്ത് കുടിക്കാൻ കഴിയില്ല. അവസാനത്തെ സ്ട്രോക്ക് കൊടുത്തില്ല. അവസാനത്തെ കോടതിയുടെ അപ്പിയറൻസിൽ അദ്ദേഹം പറഞ്ഞ ഒറ്റക്കാര്യമുള്ളൂ: എനിക്കൊന്നും വേണ്ട, എനിക്ക് ജയിലിൻ്റെ പുറത്ത് പോയാൽ മതി എന്നുള്ളതാണ്. പുറത്തു വിട്ടില്ല. സ്റ്റാൻ സ്വാമിയെ ജയിലിലിട്ട് കൊന്നു നമ്മുടെ ഭരണകൂടം. ഇപ്പോൾ സായിബാബയുടെ കാര്യത്തിൽ കോടതി ഇടപെടൽ കൊണ്ട് അദ്ദേഹത്തിന് ജയിലിൽ മരിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. Meet the editors.